ത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ്. ഈ പാർക്കിൻ്റെ ഇന്ന് സന്ദർശനത്തിനായിട്ട് വന്നതാണ്. ഇവിടെ 330 ഏക്കറോളം വിസ്തൃതിയിൽ 300 കോടിയിലധികം രൂപയുടെ ചെലവിൽ നാച്ചുറൽ ഹാബിറ്റേറ്റായിട്ട് പ്രകൃതിദത്തമായ കൂട് ഒരുക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഈ സുവോളജിക്കൽ പാർക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ തൃശ്ശൂർ പുത്തൂരുള്ള സുവോളജിക്കൽ പാർക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എൻട്രിക്ക് ഒരാൾക്ക് 70 രൂപയാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് KSRTC ബസ്സുണ്ട്. ആ ബസ്സിൽ കയറി ചുറ്റി നടന്ന് കാണുന്നതിന് 1.5 മണിക്കൂർ എടുക്കും. അതിന് 30 രൂപ ചാർജും കൂടി ചേർത്ത് 100 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ്. ഈ ഫുൾ ഫങ്ഷൻ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ കയറി നോക്കാൻ പോവാണ്. സുവോളജിക്കൽ പാർക്ക് എന്നൊക്കെ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ബയോഡൈവേഴ്സിറ്റി സെൻ്ററാണ്. അത് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഗ്രേറ്റ് ഏവിയറി എന്നാണ്. അതൊക്കെ നല്ല പാർക്കിനകത്ത് നല്ല ജലധാരയൊക്കെ വെച്ച് നല്ല സംവിധാനമുണ്ട്. ഇവിടെ പിന്നെ ഗ്രാഫിക്, ക്രൊക്കോഡൈൽ, മീൻ മുതല, ചീങ്കണ്ണി തുടങ്ങിയവ കാണാമെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പോയി നോക്കാം. ഹലോ ഗൈസ്, ഇവിടെ നല്ല മീൻ മുതലുണ്ട്. 2 എണ്ണം കവണ്ട വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. തൃശ്ശൂർ പാർക്കിലുണ്ടായിരുന്നാണല്ലേ. തൃശ്ശൂർ പാർക്കിലുണ്ടായിരുന്നത് ഇവിടത്തേക്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ നാച്ചുറൽ പോണ്ടായിട്ട് അത് രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. നല്ല രസകരമായിട്ട് ഇവിടെ ഈ മീൻ മുതലേ വളർത്തുന്നുണ്ട്. നല്ല വലിയ ഫിഷൊക്കെ കാണുന്നുണ്ട്. ഈ മുതലയ്ക്ക് തീറ്റയായിട്ടും കൂടെ ഉപയോഗിക്കാൻ തോന്നുന്നു. അവിടെ ഒരു നല്ല മീൻകൂട്ടം കാണുന്നുണ്ട്. ചീങ്കണ്ണിയാണ് അവിടെ കിടക്കുന്നുണ്ട്. ചീങ്കണ്ണി ഇപ്പോൾ കാണാൻ ഇവിടെ ഇവിടെ ചീങ്കണ്ണിയാണ് ഇവിടെ ഉള്ളത്. സുഹൃത്തുക്കളെ, ഇവിടെ പലതരം പക്ഷികളാണെന്നാണ് പറഞ്ഞത്. ഇവിടെ വെള്ളത്തിൽ വളർന്നോ മറ്റുമൊക്കെ ആയിട്ട് ധാരാളം പക്ഷികളുണ്ട്. അതിൻ്റെ ആ സൈഡിലായിട്ട് 3 തരം മാനുകൾ ആ പ്രദേശത്തുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു ആമയൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ആമയൊക്കെ കിടക്കുന്നുണ്ട് ഈ കുളത്തിൽ. ഇവിടെ ധാരാളം പക്ഷികൾ കാണാം. ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് റൈനോസോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പോയി നോക്കാം അതിനകത്ത് എന്താണെന്ന്. ഗംഭീരമായിട്ടുണ്ട്. ഇവിടെ ഒരു ചീങ്കണ്ണി തോണ്ട ഇവിടെ കിടക്കുന്നുണ്ട്. അതിനിങ്ങനെ വായൊക്കെ പൊളിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ. ആ കുളത്തുനിന്ന് കയറിയിട്ട് ആരെയൊക്കെ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണെന്ന് തോന്നുന്നു. ഈ അരികിലായിട്ട് കിടക്കുന്നുണ്ട് ചീങ്കണ്ണി. മാൻകൂട്ടം കാണാനായിട്ട് കുറച്ച് സ്റ്റെപ്പ് കയറിയാണ് പോകേണ്ടത്. നമുക്കിതിലേക്ക് പോയി നോക്കാം. സുഹൃത്തുക്കളെ, ഇതിനകത്ത് കുറേ പുള്ളിമാനിന് തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലാവിൻ്റെ ഇലയാണ് വെട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും. കുറേ എണ്ണമുണ്ട്. മാനിനെയൊക്കെ കാണുമ്പോൾ നല്ല വൃത്തിയായിട്ട് കുളിച്ചൊക്കെ പുള്ളി തൊട്ട പോലെ ഉണ്ട്. ഗംഭീരമായിട്ട് ഉണ്ടൊക്കെ ഉണ്ട്. കുറേ മാനുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്തൊക്കെ നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല തണുപ്പൊക്കെ ഉള്ള നല്ല മരങ്ങളൊക്കെ വെച്ചുകൊണ്ട് പച്ചപ്പുള്ളൊരു സ്ഥലമാണ്. അവിടെ തൃശ്ശൂർ സൂവിൽ പോയപ്പോൾ പാവങ്ങൾ വല്ലാതെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സുഖമായിട്ട് തീറ്റയ്ക്ക് തിന്ന് കഴിയുകയാണെന്ന് തോന്നുന്നു. പാർക്ക് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതായിട്ടാണ് തോന്നുന്നത്. നല്ല പ്രകൃതി സുന്ദരമായിട്ട് അതിനെ പരിപാലിക്കുന്ന തരത്തിൽ നിർമ്മിതികളുണ്ട്. ഇവിടെ നല്ല നടപ്പാതയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ പോയി നോക്കാം. ഒരു പാറ പോലെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. പാർക്കിൻ്റെ ഭംഗി കൂട്ടുന്നതിനായിട്ട് നല്ല ഒരു ഇതാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ പാർക്കിനകത്തൂടെ KSRTC ബസ് സർവീസ് ഉണ്ട്. 30 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബസ്സിൽ ഇങ്ങനെ ഓരോ സ്പോട്ടിൽ കൊണ്ട് ഇറക്കി വിടും. അവിടെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ബസ്സിന് കയറി പോകാം. ആ സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്.
ഇവിടെ ഒരു മാൻ കൂട്ടമുണ്ട്. സാമ്പാർ ഡിയറാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പന്നിമാനിൻ്റെ ഒരു വളർത്തൽ കേന്ദ്രമാണ് ഇവിടെ ഉള്ളത്. അതിനെ ഒന്ന് കണ്ടു നോക്കാം. ഹലോ സുഹൃത്തുക്കളെ, എത്ര മാനുകൾ ഇതവിടെ സൂക്ഷ്മമായിട്ട് പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്ത് പുല്ലൊക്കെ തിന്നിങ്ങനെ വിശ്രമിക്കുകയും ചിലർ കിടന്നുകൊണ്ട് ചിലർ തിന്നുകൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായിട്ട് ഇവയെ പരിപാലിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊരു തരം മാനുകളെ നമുക്കിവിടെ കാണാം. നല്ല കാറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട്. മുളങ്കാടുകൾ, മാനുകളിവിടെ ഇങ്ങനെ സ്വച്ഛമായിട്ട് തിന്നുകൊണ്ടിരിക്കുന്നു. അതിലെ നന്നായിട്ട് പരിപാലിച്ചിട്ടുള്ള ഒരു പാർക്കാണിത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ കഴിയും. കാറ്റൊക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ നടക്കാം. ഇവിടെ നിന്ന് ഉള്ള മാൻകൂട്ടത്തിൻ്റെ കാഴ്ച വളരെ ഗംഭീരമാണ് കേട്ടോ. ഇവിടെ സൈഡിൽ കയറി വന്ന് കാണാനില്ലേ, അതിൻ്റെ എല്ലാ മാനുകളെയും നമുക്ക് ഇവിടുന്ന് കാണാം. കണ്ടില്ലേ, മനോഹരമായിട്ടുണ്ട്, മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല വള്ളിക്കുടിലുകളും തണലും പച്ചപ്പും ഒക്കെ ചേർന്നിട്ടുള്ളൊരു മനോഹരമായ പാർക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം, ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ബസ് സ്റ്റോപ്പാണ്. KSRTC ബസ് ഇതിലേ വരും. യാത്രക്കാരെ ഉണ്ട്. നമുക്ക് അതിൽ കയറി അടുത്ത സ്പോട്ടിൽ ഇറങ്ങാൻ പറ്റും. പാർക്കിനകത്തുള്ളൊരു എലിവേറ്റഡ് വാക്ക് വേ ആണിത്. ഇവിടെ നല്ലൊരു എൻട്രിയാണ്. ഇവിടെ സൈലൻറ്റ് വാലി സോണാണ്, അതിലേക്കുള്ള എൻട്രിയാണ് ഇവിടെ. ബസ് സ്റ്റോപ്പ്. ഇവിടെ അടുത്ത വണ്ടി വരുമ്പോൾ അതിൽ കയറി പോകാവുന്നതാണ് നമുക്ക്. ഇവിടെ ഇരിക്കാനും പിന്നെ ഫ്രഷപ്പിനുള്ള സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ KSRTC ബസ്സിൽ കയറി. പാർക്കിനകത്തേക്കുള്ള ബസ് സർവീസാണിത്. നമ്മൾ ബസ്സിൽ വിവിധ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈഗറിൻ്റെ കേജാണ്. അപ്പോൾ എൻട്രിയിലുള്ള ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ പക്ഷികൾ, മാനുകൾ, ജലജീവികളെയൊക്കെ കണ്ട് അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. ഇവിടെ ടോയ്ലറ്റ് രണ്ടാമത്തെ ബസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെയും രണ്ടാമത്തെ പോയിന്റിലും റിഫ്രഷ്മെൻറ്റിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ അത്യാവശ്യം വിൽപ്പന, ക്യാൻറ്റീനുണ്ട്, ചായ സൗകര്യമുണ്ട്, പിന്നെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അപ്പോൾ KSRTC ബസ്സിൽ വന്നവർ ഇവിടെ ഇറങ്ങി, നമ്മളും അതിൻ്റെ കൂടത്തിൽ ഇവിടെ ഇറങ്ങി. കടുവ, പുലി തുടങ്ങിയവയൊക്കെ കാണാമെന്നാണ് പറഞ്ഞത്. ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ ഇവിടെ ഒക്കെ കാണാൻ പറ്റുമെന്നുള്ളത്. ഇവിടെ കാട്ടുപോത്തിനെ കാണാമെന്ന് പറഞ്ഞ് പോയി. ഇവിടെ ഒരു വമ്പൻ 2 കാട്ടുപോത്തുണ്ടല്ലോ. ഒരാളിവിടെ അങ്ങോട്ട് തിരിഞ്ഞ് കിടപ്പാണ്, മറ്റേ ആളതാ ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൻ്റെ നല്ല ദൃശ്യമാണ്. രണ്ട് കാട്ടുപോത്തുകളുണ്ട്, നല്ല വലിയ കാട്ടുപോത്തുകളുണ്ട്. രണ്ട് ജീവികളും അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ തിന്നുകൊണ്ട് വിശ്രമിക്കുകയാണ്. കടുവ കൂടാണത്. പുലിയും കടുവയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിവിടെ തോണ്ട ഒരു കടുവ നടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് അവൻ പതുക്കെ കാടിനകത്തോടെ വരുന്ന പോലെയാണ് വരുന്നത്. അതുകൊള്ളാം കേട്ടോ, നല്ല കാഴ്ചയാണ്. അവനിതാ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. അവൻ കാട്ടിനകത്ത് കിടങ്ങിനകത്ത് നടക്കുകയാണ്. അവന് പറ്റിയ വെള്ളമൊക്കെ അവിടെ ഉണ്ട്. ആ സൗകര്യങ്ങൾ തോണ്ട അരികിലേക്ക് പോയി അവൻ കേട്ടോ. ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവനെ കൂട്ടിലടയ്ക്കാനുള്ള കൂടും ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. ആ ഗേറ്റ് അതിനകത്തോട്ട് ഗുഹയ്ക്കകത്തോട്ട് കയറുമ്പോൾ അവൻ കയറാൻ പറ്റുന്ന വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല പച്ചപ്പ്, നല്ല തണൽ, മനോഹരമായിട്ടിങ്ങനെ രസകരമായിട്ടിങ്ങനെ നടക്കാൻ, പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റുന്നതാണ് ഈ പാർക്ക്. അതുകൊണ്ട് ആ കടുവ അവിടെ കിടന്ന് എന്തോ കടിച്ച്
പറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ആരോ എറിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. അവനവിടെ ഇത് ചെയ്യുന്നുണ്ട്. പുള്ളിപ്പുലി ഇങ്ങനെ ആ മരത്തിന് മുകളിൽ കിടപ്പുണ്ട്. അവനിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വിശ്രമത്തിലാണെന്ന് തോന്നുന്നു. നമുക്ക് പിടി തരുന്നില്ല അവൻ. ആണ്ട് ധാരാളം ആളുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. നിരവധി സന്ദർശകരൊക്കെ ഉണ്ട് ഇവിടെ. അവരെല്ലാം കാണാൻ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ആ മരത്തിന് മുകളിൽ കിടപ്പുണ്ട്. ഈ പുള്ളിപ്പുലിയെ നമ്മളിവിടെ മരത്തിൻ്റെ മുകളിൽ കിടക്കുന്നത് നന്നായിട്ട് കാണാൻ കഴിയും. അവനിവിടെ ഇങ്ങനെ ആരെയോ കാത്തി കിടക്കുന്നതാണ്. ഇതാ ഇറങ്ങുന്നു പതുക്കെ ഇറങ്ങി താഴോട്ട് അവൻ ഇറങ്ങി. ഇതാ തടിക്കഷ്ണത്തിലൂടെ നടന്നിങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല മനോഹരമായ കാഴ്ചയാണ്. പുള്ളിയനാണ് ചീറ്റ. അവനോട് ഇങ്ങനെ നിൽക്കുക. ഇവിടെ നമുക്ക് 4 ടൈഗറെ സ്പോട്ട് ചെയ്തു കേട്ടോ. അതിൻ്റെ കൂട്ടിന് അപ്പുറത്തോട്ടും ഇവിടെ ആയിട്ട് ആ ടൈഗറിന് വളരെ നന്നായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന്. അതുകൊണ്ട് അവൻ ഇറങ്ങി കയറി വരുന്നുണ്ടോ. ആ കാഴ്ച മനോഹരമാണ്. കാട്ടിനകത്തൂടെ അവൻ്റെ വരവ് കണ്ട രാജകീയമായിട്ട് അവനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനോഹരമായിട്ട് അവനെതിരെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തോ ചപ്പ് എന്തോ പറിച്ച് കടിച്ച് ഇറക്കുന്നുണ്ട്. ഇതാ വരുന്ന അവനിങ്ങനെ നടന്ന് അതുകൊണ്ട് ആളുകൾ നോക്കുന്നുണ്ടല്ലോ. അവന് ആരാ കാണാൻ വന്നിരിക്കുന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ. യമോ, ഒട്ടകപ്പക്ഷി തുടങ്ങിയവ ഇങ്ങനെ നാച്ചുറലായിട്ട് ഈ പാർക്കിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. നല്ല തീറ്റയൊക്കെ തിന്ന് നല്ല കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എല്ലാവരും അങ്ങോട്ട് നീങ്ങുന്നുണ്ട്. ഇതാ പിറകെ ഒരെണ്ണം കൂടെ വരുന്നു. ഇവിടെ 2 എണ്ണം ഇവിടെ തല പൊക്കി കാണിച്ചിരിക്കുന്നുണ്ട്. അവരുടെ ഒരു കളിയാണ്. ഇവരാണ് ഒരു റീനോ അവിടെ കയറി പോകുന്നു മുകളിലോട്ട്. 2 റീനോ ഉണ്ട്. അവന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഒന്ന് വെള്ളത്തിൽ മുങ്ങി തലയൊക്കെ മുക്കി ഒന്നതാ മേലോട്ട് കാലയൊക്കെ പൊക്കിയതാ തുറന്ന് പിടിച്ച് ഇരിക്കുകയാണ്. അവനിങ്ങനെ പോകുന്നതാണ്. സുവോളജിക്കൽ പാർക്കിൻ്റെ പാർക്കിംഗ് ഏരിയ ആണിത്. അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നമുക്ക് KSRTCയിൽ വന്ന് ഇവിടെ തന്നെ ഇറങ്ങുകയും ചെയ്യാം. അതിനുള്ള ഇവിടെയാണ് ബസ് പാർക്ക്. ആൾക്കാരൊക്കെ ധാരാളം വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. എന്നാലും ചിലയിടത്തൊക്കെ പൂർത്തിയാവാനുണ്ടെങ്കിലും